പാഠം 1 കൃഷി പുതിയൊരു അധ്യായത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥികൾ പത്തനംതിട്ട ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ഹോർട്ടിക്കൾച്ചർ വിഭാഗത്തിലെ വിദഗ്ധൻ ഡോക്ടർ റിൻസി എബ്രഹാം, വിള പരിപാലന വിഭാഗത്തിലെ വിദഗ്ധൻ വിനോദ് മാത്യു. ഇരുവർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ഡോക്ടർ റിൻസി, ഈ ഹോർട്ടിക്കൾച്ചറിൻ്റെ ഡെഫിനിഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ലഘുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും പഴങ്ങൾ, പച്ചക്കറികൾ, പൂക്കൾ, കിഴങ്ങുവർഗ്ഗ വിളകൾ, അതുപോലെ തന്നെ പ്ലാന്റേഷൻ ക്രോപ്സ്, ഇങ്ങനെയുള്ള വിവിധ വിളവർഗ്ഗങ്ങൾ ഉൾപ്പെടുന്ന ബൃഹത്തായ ഒരു മേഖലയാണ് ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത്. ഇതൊരു അഗ്രികൾച്ചറിൻ്റെ ഒരു വിഭാഗമാണ് പ്രധാനമായിട്ടും. ഡെഫിനിഷൻസ് ആയിട്ടൊക്കെ ഉണ്ട് എങ്കിൽ പോലും നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാകുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ പഴവർഗ്ഗങ്ങളുടെ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇതല്ലേ എല്ലാം ഓരോ വിഭാഗങ്ങളാണ്, എല്ലാം ഉൾപ്പെടുന്നു. പച്ചക്കറികളുണ്ട്, പൂക്കളുണ്ട്, പഴങ്ങളുണ്ട്, കിഴങ്ങുവർഗ്ഗ വിളകളുണ്ട്, പ്ലാന്റേഷൻ ക്രോപ്സ് ഉണ്ട്. ഇങ്ങനെ വിവിധ വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു അഗ്രികൾച്ചറിൻ്റെ ഒരു വിഭാഗമാണ് ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത്. സാർ, ഈ കിഴങ്ങ് വർഗ്ഗം സാറ് പറഞ്ഞ ഈ ക്രോപ്സ്, ഇതിൻ്റെ ഒരു സാധ്യത ഈ മേഖലയിൽ ഏത് തരത്തിലാണ് കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ KVKയുടെ ഒരു ഇടപെടലുകൾ ഉണ്ടാകുന്നത്? കിഴങ്ങുവർഗ്ഗ വിളകളിൽ കൃഷി വിജ്ഞാന കേന്ദ്രം വിവിധ ടെക്നോളജികൾ നമ്മൾ കൃഷിക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നമ്മൾ വിവിധ പുതിയ ഇനങ്ങളുടെ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. നമ്മൾ ചേന എടുത്തു കഴിഞ്ഞാൽ ചേനയിൽ ഗജേന്ദ്ര എന്ന് പറയുന്ന ഒരു വെറൈറ്റി, പ്രത്യേകിച്ചും CTCRI പുറത്തിറക്കിയ, അതായത് നമ്മുടെ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം പുറത്തിറക്കിയ ഇനമാണ് ഗജേന്ദ്ര എന്ന് പറയുന്നത്. ഈ ഇനം ആദ്യമായിട്ട് പത്തനംതിട്ട ജില്ലയിൽ പരിചയപ്പെടുത്തിയതൊക്കെ കൃഷി വിജ്ഞാന കേന്ദ്രമാണ്. അതുപോലെ തന്നെ കാച്ചിലെടുത്തു കഴിഞ്ഞാൽ ശ്രീ ശില്പ, ഇങ്ങനെയുള്ള ഇനങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ നമ്മളുടെ പുതിയ നടീൽ വസ്തു ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ കിഴങ്ങുവർഗ്ഗ വിളകളിൽ ഏറ്റവും പ്രതികൂലമായ അല്ലെങ്കിൽ ഏറ്റവും പ്രശ്നമുള്ളൊരു സംഗതി ഗുണനിലവാരമുള്ള നടീൽ വസ്തുക്കൾ ലഭ്യമല്ല എന്നുള്ളതാണ്. കാരണം നമുക്കൊരു ചേന എടുത്തു കഴിഞ്ഞാൽ ഒരു ചേനയിൽ നിന്ന് കൂടി വന്നു കഴിഞ്ഞാൽ 3-4 പൂളെ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പം ഒരു ചേനയിൽ നിന്നും 1:4 എന്ന റേറ്റിലാണ് പ്രധാനമായിട്ടും നമ്മളുടെ മൾട്ടിപ്ലിക്കേഷൻ പോകുന്നത്. അപ്പോൾ അത് വർദ്ധിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് CTCRI പുറത്തിറക്കിയ ടെക്നിക്കാണ് മിനി സെറ്റ് ടെക്നിക്ക് എന്ന് പറയും. അതായത് 100 ഗ്രാമുള്ള ചേനപ്പൂളുകൾ പ്രിപ്പയർ ചെയ്ത് അത് കൃഷി ചെയ്യുക എന്നുള്ളതാണ്. കൃഷി വിജ്ഞാന കേന്ദ്രം ഈ 100 ഗ്രാമുള്ള പൂളുകൾ കൃഷി ചെയ്യുന്ന രീതി കർഷകരെ പഠിപ്പിച്ചപ്പോൾ കർഷകരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ ഈ 100 ഗ്രാം ഉള്ള പൂളുകൾ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയും ചൂടുമൊക്കെ മൂലമാകാം പലപ്പോഴും അതിലൊരു 60-70% മാത്രമേ പലപ്പോഴും മുളച്ച് കിട്ടാറുള്ളൂ. വളരെ ചെറിയ പൂളുകളാണ്, വളരെ നേർത്ത പൂളുകളാണ്. അപ്പോൾ ഈ 60% മാത്രം മുളച്ച് കിട്ടുന്ന പൂളുകളിൽ നിന്ന് തന്നെ ചേന ഉണ്ടായി വരുമ്പം അതിലൊരു 60-70% 1/2 കിലോയിൽ താഴെയുള്ള ചേനകളാണ് ഉണ്ടാകുന്നത്. CTCRI ഉദ്ദേശം ഇതൊരു നടീൽ വസ്തു ഉൽപ്പാദന രീതിയാണ് ഈ ടെക്നിക്ക് പുറത്തിറക്കിയത്. പക്ഷേ നമ്മുടെ കൃഷിക്കാർക്ക് നടീൽ വസ്തു മാത്രമല്ല, അവർക്ക് കുറച്ച് ചേന വിൽക്കാനും കൂടെ വേണം എന്നുള്ള ഒരു ഫീഡ്ബാക്ക് കിട്ടിയത് കാരണം കൃഷി വിജ്ഞാന കേന്ദ്രം ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ടാണ് കൃഷിക്കാരിലേക്ക് പിന്നെ അവതരിപ്പിച്ചത്. ഇത് ICRൻ്റെ നമ്മുടെ ഫോറങ്ങളിലൊക്കെ പ്രസൻറ്റ് ചെയ്തതിന് ശേഷമാണ് അങ്ങനെ കൃഷിക്കാരെ നമ്മൾ പരിചയപ്പെടുത്തിയത്. അതായത് ഈ 100 നമ്മളിപ്പം ട്രഡീഷണലി ചെയ്യുന്നത് 1 കിലോ മുതൽ 750 ഗ്രാം വരെ, അല്ലെങ്കിൽ 750 ഗ്രാം മുതൽ 1 കിലോ വരെയുള്ള പൂളുകളാണ് ഉപയോഗിക്കുന്നത്. അവിടെ നിന്നത് 300 ഗ്രാമിൻ്റെ പൂളുകളായിട്ട് നമ്മൾ കുറയ്ക്കുകയുണ്ടായി. 300 ഗ്രാമിൻ്റെ പൂള് വെക്കുകയാണെങ്കിൽ അത് നമുക്ക് ഏകദേശം 3 കിലോ ഉള്ള ചേന നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് കിട്ടും. അതുപോലെ കൂടാതെ തന്നെ മറ്റൊരു ടെക്നിക്ക് കൂടെ ഇവിടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഒരു പ്രീ സ്പ്രൗട്ടഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഓൾറെഡി മുള പൊട്ടിച്ചതിന് ശേഷമുള്ള വിത്തുകൾ ഉപയോഗിക്കുക. അത് പ്രധാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം ട്രഡീഷണലി ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചേന നടുക്കത്തെ കണ്ണ് കുത്തുന്ന സമയത്ത് കണ്ണ് കുത്തി വെക്കും. കണ്ണ് കുത്തി വെച്ചതിന് ശേഷം നമ്മൾ പുകയത്തോ അല്ലെങ്കിൽ അത് കമത്തി വെച്ച് കഴിയുമ്പോൾ പല സ്ഥലങ്ങളിലും മുള പൊട്ടും. അപ്പം മുള പൊട്ടുന്ന അനുസരിച്ചാണ് നമ്മൾ പൂളുകൾ ക്രമീകരിക്കുന്നത്, നടീൽ വസ്തു മുറിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ചില പൂള് വലുതായിരിക്കും, ചില പൂള് ചെറുതായിരിക്കും. അങ്ങനെ ഒരു നോൺ യൂണിഫോമായിട്ടുള്ള പൂളുകളായിരിക്കും നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃഷിയിടത്തിൽ വരുമ്പം ചില ചേനകളുടെ വളർച്ച കൂടുതലായിരിക്കും, ചിലതിൻ്റെ വളർച്ച കുറവായിരിക്കും. സാർ, ഇവിടെ ഈ ചേനയുടെ കാര്യം പറഞ്ഞത്, ചേന കേരളീയർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ്.
അപ്പോൾ ഈ ചേന 300 ഗ്രാം നമ്മൾ കുഴിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് ആവറേജ് നമുക്ക് എത്ര കിലോയുടെ നമുക്ക് 300 ഗ്രാമിന് കുഴിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 3 കിലോ വരെ ആവറേജ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇത് വ്യത്യാസമുണ്ട്. അതായത് നല്ല ധാരാളം ജൈവവളങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ചും ചാണകം പോലെയുള്ള ജൈവവളങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ കിഴങ്ങ് വർഗ്ഗ വിളകളൊക്കെ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യും. അപ്പം ഇവിടെയും ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ട്രഡീഷണലായിട്ട് നമ്മൾ വിത്തുണ്ടാക്കുന്ന രീതി ഉപയോഗിക്കുകയാണെങ്കിൽ ഇവിടെ നേരിടാൻ പോകുന്ന പ്രശ്നം എല്ലാ പൂളിലും മുള കാണുകയില്ല. അപ്പോൾ മുള ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കുംഭമാസത്തിലാണ് നമ്മൾ ചേന കുഴിച്ച് വെക്കുന്നത്, നല്ല ചൂടുള്ള സമയം. അപ്പോൾ മുളയില്ലാത്ത ചേന കുഴിച്ച് വെച്ചാൽ പലപ്പോഴും ഈ ചെറിയ പൂളുകൾ കിളുത്ത് കയറാൻ ഇന്നും ഉണങ്ങിപ്പോകാൻ സാധ്യത കൂടുതലാണ്. അവിടെയാണ് കൃഷി വിജ്ഞാന കേന്ദ്രം പ്രീ സ്പ്രൗട്ടഡ് ടെക്നിക്ക് നമ്മൾ പുറത്തിറക്കിയത്. അവിടെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു 3 കിലോ ഉള്ള ചേനയാണ് നമ്മൾ വിത്ത് ചേനയായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ 1/2 കിലോയുടെ ഏകദേശം 6 പൂളുകൾ നമുക്ക് അവിടുന്ന് കിട്ടും. അല്ലെങ്കിൽ 300 ഗ്രാമിൻ്റെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 7 പൂളോളം നമുക്ക് കിട്ടും. അപ്പം ഈ കണ്ണ് കുത്തുന്ന സമയത്ത് തന്നെ ഈ 7 പൂള് കണക്ക് കൂട്ടി നമ്മുടെ കത്തി അതിൻ്റെ ആ നടുക്കത്തെ ആ റിങ്ങിൻ്റെ ഭാഗത്തു നിന്നാണ് നമുക്ക് ചേനയ്ക്ക് മുളകൾ പൊട്ടുന്നത്. അപ്പോൾ ആ റിങ്ങ് മുറിയത്തക്ക പോലെയും ആ ചേനയുടെ പകുതി വരെ വരത്തക്ക രീതിയിൽ ഈ കത്തി നേരെ താഴേക്ക് മുറിച്ച് വെക്കുന്നു. താഴെ വരെ കൊണ്ടുപോകുന്നില്ല, പകുതി വരെ കത്തി മുറിച്ച് ഊരിയെടുക്കുന്നു. അപ്പം ഈ ചേനയിൽ ഒരു 7 പൂളുകൾ നമ്മൾ ഇങ്ങനെ സ്കോർ ചെയ്ത് മുറിച്ചിട്ടുണ്ട്. എന്നാൽ ചേന മുറിഞ്ഞ് മാറിയിട്ടുമില്ല. അതിനുശേഷം നമ്മൾ ഈ ചേനയെ ഒരു 2 മിനിറ്റ് ഒന്ന് വെറുതെ വിടും. ആ സമയത്ത് അതിൻ്റെ ആ ഒരു സ്രവമുണ്ട്, അതുകൊണ്ട് ആ മുറിവുകളുടെ പുറത്തൊക്കെ വന്ന് അതൊന്ന് ഹീൽ ചെയ്യും. അതിനുശേഷം പച്ചച്ചാണകം എടുത്തതിന് ശേഷം ഈ മുറിപ്പാടിലേക്ക് അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഈ ചേനകളെ കമത്തി വെക്കുകയോ പുകയത്ത് വെക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യം 1 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാ പൂളിലും ഒരു മുളയെങ്കിലും കാണാം. അപ്പോൾ ആ സമയത്ത് നടുന്ന സമയത്ത് നമുക്ക് വീണ്ടും ആ പൂളിനെ താഴേക്ക് മുറിച്ച് മാറ്റുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി മുള പൊട്ടിയ പൂളുകൾ നമുക്ക് ലഭിക്കും. അപ്പം ആദ്യകാലങ്ങളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുളയ്ക്കനുസരിച്ച് പൂള് വെട്ടുക എന്നുള്ളതാണ്. ഇവിടെ പൂളിനനുസരിച്ച് മുള പൊട്ടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പം ഓൾറെഡി മുളയുള്ള വിത്തുകൾ ഉപയോഗിക്കുന്ന കാരണം 100% എസ്റ്റാബ്ലിഷ്മെന്റ് നമുക്കൊരു നേരത്തെ 3 പൂള് കിട്ടിയിരുന്നിടത്ത് നമുക്കിപ്പോൾ 7 പൂള് നമുക്ക് മിനിമം കിട്ടും. അതേ സമയത്ത് തന്നെ കൃഷിക്കാർക്ക് വിൽക്കാൻ സൈസുള്ള ഒരു കിലോയിൽ മേളിലുള്ള 1 കിലോ മുതൽ 3 കിലോ മുതൽ 5 കിലോ വരെയൊക്കെയുള്ള ചേന നമുക്ക് ലഭിക്കാം. ശ്രീ വിനോദ്, ഈ വിളപരിപാലന മേഖലയിൽ KVKയുടെ റോൾ എന്താണ്? വിളപരിപാലനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫീൽഡ് ക്രോപ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെല്ല്, ഗോതമ്പ്, ഷുഗർ കീൻ, കരിമ്പ്, പിന്നെ നമ്മുടെ പൾസസ്, അതായത് ചെറുപയർ, വൻപയർ, അങ്ങനെയുള്ളത്, സോയാബീൻ, പിന്നെ നമുക്ക് ഓയിൽ സീഡ്സ്, നമ്മുടെ എള്ള്, ഇതൊക്കെയാണ് അഗ്രോണമിക് ക്രോപ്സ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ കേരളത്തിലെ ഒരു കാലാവസ്ഥയിൽ പ്രധാനമായിട്ടും നെല്ലാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. നെൽകൃഷിയിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നതായിട്ടുണ്ടെങ്കിൽ പുതിയ വിത്തുകൾ നമ്മൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിൽ നമുക്ക് ഇവിടെ ഏകദേശം ഒരു അപ്പർ കുട്ടനാട് ഏരിയ ഒക്കെ കവർ ചെയ്യുന്ന ഒരു 3000 ഹെക്ടർ സ്ഥലത്തോളം നെൽകൃഷിയുണ്ട്. അവിടെ പ്രധാനമായിട്ടും നമ്മൾ പുതിയ വിത്തുകൾ വന്നപ്പോൾ നമുക്ക് പറഞ്ഞതിനോട്ട് ഒരു 2002 സമയത്ത് നമുക്ക് ഉമയെന്ന് പറയുന്ന വിത്ത് വന്നപ്പോൾ ഞങ്ങളിവിടെ നീർവിളാകം എന്ന് പറയുന്ന പാടശേഖരത്തിൽ മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് ഉമ വിത്ത് ഇൻട്രൊഡക്ഷൻ ചെയ്തു. അത് കഴിഞ്ഞ് പുതിയ വേറെ വിത്തുകൾ, പ്രത്യാശ, അതുപോലെ തന്നെ മനുരത്ന, അങ്ങനെയൊക്കെയുള്ള വിത്തുകൾ പുതുതായിട്ട് വന്നത് ഞങ്ങൾ ഇവിടെ കൃഷിക്കാർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായി. ഇതുകൂടാതെ നെൽകൃഷിയിൽ കൃഷിക്കാർ നേരിടുന്ന പ്രധാന വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കളകളുടെ ഒരു പ്രശ്നമാണ്. കളകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും കളകൾ 3 തരമുണ്ട്. ഒന്ന് നമുക്ക് പുല്ലുവർഗത്തിൽപ്പെട്ട കവട എന്നൊക്കെ പറയുന്ന പുല്ലുവർഗത്തിൽപ്പെട്ട കളകളുണ്ട്. പിന്നെ വീതി കൂടിയ ഇലയുള്ള കാക്കപ്പോള, നീർഗ്രാമ്പു, അങ്ങനെയൊക്കെ പറഞ്ഞ വീതി കൂടിയ ഇലയുണ്ട്. പിന്നെ മുത്തങ്ങ വർഗത്തിൽപ്പെട്ട കളകളുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് നമ്മുടെ ഒരു പ്രധാന പ്രശ്നം, നമ്മുടെ കേരളത്തിലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊഴിലാളികളുടെ ലഭ്യമല്ലെന്നുള്ള. ഇപ്പം നമ്മളൊരു ഏക്കർ കള എടുക്കണം എന്നുണ്ടെങ്കിൽ 10-35 ലേബേഴ്സിന് വേണ്ടി വരും. അതൊന്നും നമുക്ക് ഇവിടുത്തെ കൂലിച്ചെലവ് കൊണ്ട് കൃഷി ലാഭകരമാക്കാൻ സാധിക്കത്തില്ല. അപ്പം നമുക്ക് രാസകളനാശിനി ഉപയോഗിച്ച് നമുക്ക് ഇതിനെ സക്സസ്ഫുള്ളായിട്ട് നിയന്ത്രിക്കാനുള്ള പല മാർഗ്ഗങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടായി. പിന്നെ ഇത് കൂടാതെ നമ്മൾ കൾച്ചറൽ ഓപ്പറേഷൻസ് പറയാം. അതായത് നമ്മൾ വിളയിൽ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നെൽകൃഷി നമ്മൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് പാടം ഒരുക്കി അങ്ങ് റെഡിയാക്കിയിടും. പാടം നേരത്തെ ഒരുക്കി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് അതിലുള്ള വിത്തുകൾ കിളിച്ച് വരും. കളവിത്ത് ഇങ്ങോട്ട് കിളിച്ച് വന്ന് ഒന്ന് വെയിൽ കാഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് കിളിച്ച് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു 10 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കളനാശിനി അടിച്ച് ഈ കളകളെല്ലാം അങ്ങ് കഴിച്ച് കഴിഞ്ഞിട്ട് വെള്ളം കയറ്റി വീണ്ടും ഇതിനെ അങ്ങ് അളിച്ച് കഴിയുമ്പോഴത്തേക്ക് അമ്മയിലുള്ള കളവിത്തുകളെല്ലാം നശിക്കും. എന്നിട്ട് നമ്മൾ വിത്തിറക്കാന്നുണ്ടെങ്കിൽ ഇത്രയും കളയുടെ ശല്യം
ഈ കളകൾ കയറി വരുത്തി അതായത് ആദ്യം നമ്മൾ കൂട്ടുന്നു, റെഡിയാക്കിയിട്ടതിന് ശേഷം ഇതെല്ലാം കിളിച്ചു വന്നു കഴിഞ്ഞ് ഈ കളനാശി അടിച്ച് നിയന്ത്രിക്കുന്നു. വീണ്ടും നമ്മളൊന്ന് വെള്ളം കയറ്റി ഇതിനെ അങ്ങ് അളിയിച്ച് കളഞ്ഞതിന് ശേഷം നമ്മൾ നെല്ല് വിതയ്ക്കുക എന്നുണ്ടെങ്കിൽ മേലിലുള്ള കളയെല്ലാം തന്നെ അങ്ങ് നശിച്ചു പോകും. ഇപ്പം ഈ പരമ്പരാഗത രീതിയിലുള്ള ഒരു കൃഷി സമ്പ്രദായ രീതി നമുക്കത് നഷ്ടപ്പെട്ടു പോയി ശരിക്കും. തീർച്ചയായിട്ടും തിരിച്ച് അതിലേക്കുള്ള ഒരു തിരിച്ചുവരവാണല്ലോ നമ്മുടെ ഈ ഒരു മേഖലയിൽ. അതെ. അപ്പോൾ ഈ പരമ്പരാഗത കൃഷിയും ഇപ്പോഴത്തെ ഈ മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചുള്ള കൃഷി ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കർഷകരെ ഏത് തരത്തിലാണ് അവർക്കിത് പ്രയോജനകരമാകുന്നത്? പരമ്പരാഗതമായിട്ട് നമ്മൾ ചെയ്ത നെൽകൃഷിയിലൊക്കെ തന്നെ പഴയ നാടൻ വിത്തുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ പഴയ ഈ തവളക്കണ്ണൻ, കൊച്ചുകുഞ്ഞ് അങ്ങനെ പറഞ്ഞ വിത്തുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അത്യുൽപാദനശേഷിയുള്ള നമുക്കിപ്പോൾ കോമ്പറ്റീഷനാണുള്ളത്. അതായത് കൃഷിക്കാരന് ഇപ്പോഴത്തെ ഒരു വിളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉമ്മയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഏകദേശം ഒരു 6 ടൺ 7 ടണ്ണൊക്കെ നമുക്ക് ഒരു ഹെക്ടർ 2.5 ഏക്കറിന് കിട്ടും. സോ പരമ്പരാഗത വിളകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 ടൺ 2.5 ടണ്ണേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അത്യുൽപാദനശേഷിയുള്ള വിളയിലേക്ക് കൃഷിക്കാർ പോകാനുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ നമ്മുടെ കൂലിച്ചെലവൊക്കെ വെച്ച് നോക്കിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ലാഭകരമായിട്ട് നെൽകൃഷി മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അത്യുൽപാദനശേഷിയുള്ള ഇനങ്ങളിലേക്ക് പോകേണ്ടതായിട്ട് വരും. എന്നാലും നമുക്ക് ട്രഡീഷണൽ ഇനങ്ങൾ കൺസർവ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാവി തലമുറയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതിനകത്ത് ഒത്തിരി ഗുണങ്ങളുണ്ട്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ പരമ്പരാഗത ഇനങ്ങൾക്ക് ചില ഇപ്പോൾ കീടങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഇത് രോഗത്തിനെതിരെയൊക്കെ പ്രതിരോധ ശേഷി ചിലത് കൂടുതലുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മൾ അത്യുൽപാദനശേഷിയുള്ള ഇനം ഇറക്കുമ്പോഴും രോഗപ്രതിരോധ ശേഷിയുള്ള ഇതിൻ്റെ കഴിവുകൾ അതിലേക്ക് സംയോജിച്ചതിന് ശേഷമാണ് ഇറക്കുന്നത്. അപ്പം അതിനും ഉണ്ടാവും. എന്നാൽ പോലും നമ്മൾ പരമ്പരാഗത ഇനത്തിൻ്റെ ടേസ്റ്റ് അതൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ പഴയ നമ്മുടെ വൈക്കത്തോരൻ എന്നൊക്കെ പറയുന്ന അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ്, കഞ്ഞിക്കൊക്കെ ഒരു ടേസ്റ്റ്, അത് നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റേതായ ഒരു മെച്ചങ്ങളുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾ കൃഷി ലാഭകരമാക്കുക, എന്നാൽ കൃഷിക്കാരനും അവനും ഒരു ഇൻകം കിട്ടണമല്ലോ, ആ ഒരു നിലയ്ക്കാണ് നമ്മൾ പുതിയ ടെക്നോളജീസ് നമ്മൾ പറയുന്നത്. അപ്പോൾ ലേബർ കിട്ടാനില്ല, അപ്പോൾ ലേബർ കുറച്ചുകൊണ്ടും മെക്കനൈസേഷൻ, പണ്ട് കാലത്ത് നമുക്കറിയായിരുന്നു കൈകൊണ്ട് കൊയ്യുന്ന ഒരു കാലഘട്ടം, ഇന്നിപ്പം നമുക്ക് തൊഴിലാളികളൊന്നും കിട്ടുന്ന പോലുമില്ല. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമുക്ക് കൃഷി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ തന്നെ മെക്കനൈസേഷൻ ഇല്ലാതെ സാധിക്കത്തില്ല. ഇവിടെ ഈ ഫ്രൂട്ട്സിനെ കുറിച്ച് സാറ് സൂചിപ്പിക്കേണ്ടത്, അതായത് പഴവർഗ്ഗങ്ങൾ, ഈ പഴവർഗ്ഗങ്ങളുടെ ആ ഒരു സാധ്യതയും അതിൽ നമ്മുടെ KVK വഹിക്കുന്ന പങ്ക്, അത് കർഷകർക്ക് ഏത് തരത്തിലാണ് അവർക്ക് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ ഇവിടെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? അപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ അന്വേഷിച്ച് വരുന്ന ഒരു സംഗതിയാണ് പഴവർഗ്ഗ കൃഷി. ഇതിനൊരു 2-3 റീസൺസ് ഉണ്ട്. ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത് നമ്മുടെ മാറിയ സാഹചര്യങ്ങളാണ്. അപ്പം ഒന്നാമത് നമ്മുടെ അഗ്രികൾച്ചർ മേഖല നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചർ മേഖല തന്നെ നോക്കുകയാണെങ്കിൽ 2-3 കാര്യങ്ങളിൽ നമുക്ക് മാറ്റങ്ങളുണ്ടായി. ഒന്ന്, നമ്മുടെ ഭവനങ്ങളിലുള്ള ആളുടെ എണ്ണം കുറഞ്ഞു. അപ്പം നമ്മുടെ ഭൂമിയിൽ നമുക്ക് പണ്ട് ചെയ്തുകൊണ്ടിരുന്ന പോലെയുള്ള പല വിളകളും ഇന്ന് ചെയ്താൽ അത് ഉപയോഗിക്കാൻ ആളില്ല എന്നുള്ള ഒരവസ്ഥ വരുന്നു, ഒന്നാമത്. രണ്ടാമതായിട്ട് ഇൻറ്റൻസ് ലേബറിനുള്ള നമ്മുടെ തൊഴിലാളികളെ ലഭ്യത പ്രത്യേകിച്ച് സ്കില്ലുള്ള ലേബേഴ്സ്. നമുക്ക് ധാരാളം അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ആവശ്യമായ സ്കില്ല് പലപ്പോഴും ഉണ്ടാകും. അപ്പോൾ സ്കില്ലുള്ള തൊഴിലാളികളില്ല. പണ്ട് നമുക്ക് പരമ്പരാഗത തൊഴിലാളികളുണ്ടായിരുന്നു, അവർക്ക് കൃഷിയും വിളയും ഒക്കെ അവർക്ക് ഇപ്പോൾ അത് നമുക്കില്ല. ഇത് നമുക്കതില്ല. പുതിയ ജനറേഷനും ഒരു ഡെയിലി കൃഷിയിലേക്ക് ഇറങ്ങാൻ ഉള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടോ എന്ന സംശയം ഒന്നത്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥാ വ്യതിയാനമാണ്. നമുക്ക് പല വിളകൾക്കും പ്രതികൂലമായിട്ട് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനം. ഈ ഫാക്ടേഴ്സ് എല്ലാം കൂടെ കൺസിഡർ ചെയ്യുമ്പോഴാണ്, കൂടാതെ തന്നെ നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ കേരളത്തിൻ്റെ എക്കണോമി നിന്നിരുന്ന ഒരു സംഗതി റബ്ബറാണ്. അപ്പോൾ റബ്ബറിനുണ്ടായിരുന്ന വിലയിടിവിനേക്കാൾ കൂടുതലും ടാപ്പിങ്ങിന് ആവശ്യമായ സ്കില്ലുള്ള തൊഴിലാളികളെ കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം. ഈ പ്രശ്നങ്ങളെല്ലാം കൂടെ വന്നപ്പോഴാണ് ആളുകൾ പഴവർഗ്ഗ കൃഷിയിലേക്ക് മാറാനുള്ള ഒരു കാരണം. രണ്ടാമത്തെ ഒരു കാര്യം, തീർച്ചയായിട്ടും നമ്മുടെ ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ബെറ്ററായി, നമ്മുടെ ജീവിത നിലവാരം ബെറ്ററായി. അപ്പം ജീവിത നിലവാരം ബെറ്റർ ആകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നത്, ഇത്രയും നാളും നമ്മൾ 2 ചപ്പാത്തി കഴിച്ചുകൊണ്ടിരുന്ന ആൾ കാശ് കൂടുതൽ വരുമ്പോൾ നമ്മൾ 5 ചപ്പാത്തി കഴിക്കുകയല്ലേ ചെയ്യുന്നത്. നമ്മൾ കുറച്ചുകൂടെ മൂല്യമുള്ള അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള മറ്റ് ഫുഡിലേക്ക് പോകും. അവിടെയാണ് നമ്മൾ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ഒക്കെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം, പണ്ട് നമ്മുടെ നാട്ടിൽ ആരെങ്കിലും പേരയ്ക്ക കടയിൽ നിന്ന് മേടിക്കുമായിരുന്നു ചോദിച്ചാൽ മേടിക്കത്തില്ലായിരുന്നു, അല്ലെങ്കിൽ ഓമയ്ക്ക മേടിക്കുമെന്ന് ചോദിച്ചാൽ മേടിക്കത്തില്ലായിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ ഫ്രൂട്ട് സ്റ്റോൾസുകളിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ വഴിയറമ്പുകളിലൊക്കെ നമുക്ക് പേരയ്ക്ക വിൽക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ടാണ് നമുക്ക് പഴവർഗ്ഗങ്ങൾ ഉൽപ്പാദിപ്പിക്കാം എന്നുള്ളൊരു ചിന്ത വരുന്നത്.
മറ്റൊരു സംഗതി എന്ന് പറഞ്ഞാൽ കേരളം എന്ന് പറയുന്ന ഒരു ട്രോപ്പിക്കൽ സ്ഥലമാണ്. ട്രോപ്പിക്കൽ കാലാവസ്ഥ നിലനിൽക്കുന്ന സഹ്യപർവ്വത നിരകളാണ്, മലനിരകൾ. ട്രോപ്പിക്കൽ കാലാവസ്ഥ നിലനിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു ലെസ് ദാൻ 2% വരുന്ന ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വളരുന്ന പ്രത്യേകതരം പഴവർഗ്ഗങ്ങളുണ്ട്. ഈ പഴവർഗ്ഗങ്ങളെ നമുക്ക് ഇന്ത്യ മൊത്തം മാർക്കറ്റ് ചെയ്യാം, അങ്ങനെയുള്ളൊരു സ്കോപ്പുണ്ട്. അത് ഈ വ്യവസായ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഏത് ഫലവൃക്ഷമാണ് നമ്മളിവിടെ ആ ഒരു നാഷണൽ ഇന്റർനാഷണൽ ലെവലിലേക്ക് നമുക്ക് മാർക്കറ്റ് ചെയ്യത്തക്ക രീതിയിൽ ഉള്ള ഒരു ക്രോപ്പ്, അതേതാണ് നമ്മൾ ഇവിടത്തേക്ക്? നമുക്ക് ധാരാളം പഴവർഗ്ഗങ്ങൾ, പ്രത്യേകിച്ചും ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വളരുന്ന മിക്ക പഴവർഗ്ഗങ്ങളും നമുക്കിവിടെ കൊമേഴ്സ്യലി കൃഷി ചെയ്യാം. എല്ലാ പഴവർഗ്ഗങ്ങളും ഇവിടെ കൃഷി ചെയ്യാം. പക്ഷെ ഒരു വ്യവസായ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമ്പോൾ അതിൽ ചിലതിനെയൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ട് വരും, ചിലതിനെ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പരമ്പരാഗത വിള എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്ലാവും മാവും നമ്മുടെ പരമ്പരാഗത വിളകളായിട്ടുണ്ടായിരുന്നു. മാവ് പലപ്പോഴും പത്തനംതിട്ട ജില്ല എടുത്തു കഴിഞ്ഞാൽ മാവ് ഒരു കൊമേഴ്ഷ്യൽ ക്രോപ്പായിട്ട് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് നമ്മുടെ കാലാവസ്ഥയൊക്കെ പല സ്ഥലപ്പോഴും അതിന് അത്ര അനുകൂലമായിട്ട് വരാറില്ല. കാരണം മാവ് പ്രത്യേകിച്ച് നല്ല ചൂടും നല്ല വെള്ളവും ഒക്കെ വേണ്ടിയ ഒരു വൃക്ഷമാണ്. എന്നാൽ പ്ലാവ് നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ സാധിക്കും. പ്ലാവ് തന്നെ പുതിയ പല ഇനങ്ങളും നമ്മുടെ നാട്ടിൽ ഇന്ന് കൃഷി ചെയ്തു വരുന്നുണ്ട്. നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള തേൻ വരിക്ക പോലെയുള്ള ഇനങ്ങൾ, അല്ലെങ്കിൽ ചെമ്പരത്തി വരിക്ക പോലുള്ള ഇനങ്ങൾ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും. കൂടാതെ രണ്ടാം വർഷ ഉൽപ്പാദനം തരുന്ന വിയറ്റ്നാം സൂപ്പർ ഏർലി പോലുള്ള ഇനങ്ങൾ കൃഷി ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്ലാവ് എന്ന് പറയുന്നത് ഒരു ലൊക്കേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മരമെന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇടുക്കിയിൽ ഒരു പ്ലാവ് എല്ലാ വർഷവും 3 പ്രാവശ്യം കായ്ക്കും എന്ന് വെച്ചാൽ, അതേ പ്ലാവ് പത്തനംതിട്ട ജില്ലയിൽ 3 പ്രാവശ്യം കായ്ക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ നമ്മളൊരു പുതിയ പ്ലാവിനം പുറത്തിറക്കുമ്പോൾ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ ഇവിടുത്തെ അങ്ങനെയുള്ള റിസർച്ചൊക്കെ ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഇത് നട്ട് അതിൻ്റെ മൾട്ടി ലൊക്കേഷൻ ട്രയലുകൾ നടത്തി അത് നല്ലതാണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ യൂണിവേഴ്സിറ്റി അത് പുറത്തിറക്കുള്ളൂ. അപ്പം കൃഷി വിജ്ഞാന കേന്ദ്രം ഒരിക്കലും നമുക്ക് സാധാരണ നഴ്സറികൾ കൊടുക്കുന്നത് പോലെ ഉള്ള പ്ലാവുകളെല്ലാം നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മളതുപോലെ ഇങ്ങനെ മൾട്ടി ലൊക്കേഷൻ ട്രയൽ നടത്തിയതും അല്ലെങ്കിൽ നല്ലതാണെന്ന് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന് ബോധ്യമായ മരങ്ങൾ മാത്രമേ, അല്ലെങ്കിൽ ഇനങ്ങൾ മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ.